ഈ പട്ടിണി മരണം അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. UN അതിൽ ഇടപെടുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം അറബ് രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന മീറ്റിംഗിലൊക്കെ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അതിനപ്പുറത്തേക്ക് അവരെത്തിക്കുന്ന സഹായങ്ങൾ എവിടേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളതിൽ വലിയ അനിശ്ചിതത്വം, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പട്ടിണിയിൽ നിന്ന് അത് മാറ്റാൻ സാധിക്കും? ഇപ്പൊ ട്രംപിന്റെ ഇടപെടൽ ഉൾപ്പെടെ ആ രീതിയിലായിരുന്നു. പട്ടിണി എന്നുള്ള വിഷയത്തിൽ അവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് നെതന്യാഹുവിന്റെ കാര്യത്തിൽ നിന്ന്. അപ്പം ആ രീതിയിൽ എന്തെങ്കിലും സമ്മർദ്ദത്തിലൂടെ അത് ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതിന് ഇതിലിപ്പോ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക പോലും കൂടിയാലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഗസയിൽ നിന്ന് പലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ട് പുറന്തള്ളുക, ഗസ പൂർണ്ണമായിട്ട് പിടിച്ചടക്കുക എന്നതിന്റെ അർത്ഥം ഈ ഗസ സിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഗസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ആളുകളെ റഫ ഉൾപ്പെടെയുള്ള ഈ തെക്കൻ ഭാഗത്തേക്ക് കൊണ്ടുവരികയും അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാധാനമായിട്ടുള്ള വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ക്യാമ്പിലേക്ക് ഇവരെ കൊണ്ടുവരികയും അങ്ങനെ പൂർണ്ണമായിട്ട് മറ്റ് പ്രദേശങ്ങളിലെ സൈനികമായിട്ട് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. അത്തരമൊരു സാഹചര്യം മുന്നിൽ കാണുന്നത് കൊണ്ടായിരിക്കണം അന്തർദേശീയ സമൂഹം ഇത്ര ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ ഗസയിലേക്ക് റഫ മുഖേന കൂടുതൽ വാഹനങ്ങൾ കടത്തിവിടാനോ അതല്ലെങ്കിൽ ഗസയിലെ ഈ ഭക്ഷ്യവിതരണ ശൃംഖല അത് വിപുലപ്പെടുത്താനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ അമേരിക്കയുടെ മൗനസമ്മതം ഇക്കാര്യത്തിൽ നെതന്യാഹുവിന് ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ദിനംപ്രതി ഏറ്റവും ചുരുങ്ങിയത് 600 ട്രക്കുകളെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ ഈ പട്ടിണി എന്ന ഒരു വലിയ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ അതിൽ നിന്ന് ഈ ജനങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു നീക്കവും ഇപ്പൊ 40-50 ട്രക്കുകൾ മാത്രമാണ്, അതും വളരെ പരിമിതമായ ഭക്ഷ്യവിഭവങ്ങൾ ഉൾപ്പെടെ കയറ്റിവിടുന്നത്. ഇന്ധനം പിന്നെ ഗസയിലേക്ക് ഇപ്പോൾ പോലും കടത്തിവിടാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ്. കുടിവെള്ളമില്ല, അതോടൊപ്പം തന്നെ മരുന്നും പിന്നെ മെഡിക്കൽ ഉപകരണങ്ങളും പൂർണ്ണമായിട്ട് തീർന്നിരിക്കുന്ന അവസ്ഥയിൽ ആശുപത്രികളുടെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു സ്ഥിതിയിലാണ്. സിവിൽ ഡിഫൻസ് വിഭാഗത്തിന് ഈ ആക്രമണം നടക്കുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്താൻ പോലും സാധിക്കുന്നില്ല. പിന്നിട്ട 6 മാസത്തിനുള്ളിൽ 2500 പേരാണ് തങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് അവർക്കൊരു പരിചരണം പോലും നൽകാതെ മരണപ്പെട്ടതെന്നാണ് സിവിൽ ഡിഫൻസ് വിഭാഗം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വംശഹത്യ എന്നത് അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ആളുകളെ പൂർണ്ണമായിട്ട് പുറന്തള്ളുക, ഗസയെ തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സൈനിക അധിനിവേശത്തിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ഭക്ഷ്യവിതരണത്തിലും മറ്റ് സഹായം എത്തിക്കാനുമൊക്കെ അനുകൂല രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഇസ്രായേൽ ഇപ്പോൾ പോലും വഴങ്ങാതിരിക്കുന്നത്. ഇതിൽ അമേരിക്ക വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതിൽ തുടരുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഈ മരണക്കെണി ആയിട്ടുള്ള ഈ ഒരു സംവിധാനം കൂടുതൽ ആവൽക്കരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കൂടുതൽ പേർക്ക് ഭക്ഷ്യവിഭവങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടാവുകയില്ല. അത് 10,000ങ്ങളുടെ മരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക എന്നതാണ് ഇന്നും UN നേതൃത്വം അവസാനമായിട്ടും ലോകരാജ്യങ്ങൾക്കും അന്തർദേശീയ സമൂഹത്തിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. ധന്യ. ശരി, MC.